പത്തനംതിട്ടയിൽ ക്ഷേത്രത്തിനുള്ളിൽ കഴകം ജോലി ചെയ്യുന്ന സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച പൂജാരി അറസ്റ്റിൽ. കണ്ണിൽ മുളകുപൊടി വിതറി മാല പൊട്ടിക്കാനായിരുന്നു ശ്രമം. ഇലന്തൂർ സ്വദേശി ബിജുമോൻ അറസ്റ്റിലായി. പ്രവീൺ പുരുഷോത്തമൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, ഒരു പ്രൊഫഷണൽ മോഷ്ടാവിന്റെ രീതിയിലാണ് ഈ പൂജാരി കവർച്ചയ്ക്ക് ശ്രമിച്ചത്. ഇയാൾ ഈ ക്ഷേത്രത്തിൽ എത്ര നാളായി ജോലി ചെയ്തു വരികയായിരുന്നു? പത്തനംതിട്ട ഉള്ളന്നൂർ പുലിക്കൂട്ടിനാൽ ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ബിജുമോൻ എന്നാണ്. പുലർച്ചെയാണ് ഈ സംഭവം നടന്നത്. അവിടെ ക്ഷേത്രത്തിനുള്ളിൽ സ്ത്രീയുടെ മാല പൊട്ടിക്കാനാണ് ഈ പൂജാരി ശ്രമിച്ചത്. കണ്ണിൽ മുളകുപൊടി വിതറി അതിനുശേഷം മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. 65 വയസ്സുള്ള വിജയമ്മ എന്ന സ്ത്രീയുടെ മാല പൊട്ടിക്കാനാണ് ഈ പ്രതി ശ്രമിച്ചത്. ഈ വിജയമ്മയുടെ നിലവിളി കേട്ട് അവിടേക്ക് നാട്ടുകാർ ഓടിയെത്തി. ഈ സമയം പൂജാരി അവിടെ നിന്നും ഈ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാർ പിന്തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. സാധാരണഗതിയിൽ വിജയമ്മയാണ് രാവിലെ ഈ ക്ഷേത്രം തുറക്കുക. അവിടുത്തെ ജോലിക്കാരി കൂടിയാണ് ഈ വിജയമ്മ. അവിടെ കഴകം ജോലിയാണ് വിജയമ്മ ചെയ്തു വന്നിരുന്നത്. പതിവ് പോലെ രാവിലെ ക്ഷേത്രം തുറക്കുകയും അവിടെ തൂത്ത് വൃത്തിയാക്കുകയും ചെയ്യുന്ന സമയം ഈ പൂജാരിയായിട്ടുള്ള ഇയാൾ ഒരു ബൈക്കിൽ ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തി. ബൈക്ക് ക്ഷേത്രത്തിന്റെ കുറച്ച് ദൂരെ മാറ്റിവെച്ച ശേഷം സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കൂടി ഇയാൾ പ്രവേശിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഈ ക്ഷേത്രത്തിനകത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉടയാടയിൽ മുളകുപൊടി വിതറുകയും അതുകൊണ്ട് ഈ കടകൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന വിജയമ്മയുടെ മുഖത്ത് അമർത്തിപ്പിടിക്കുകയുമായിരുന്നു. ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ ഇവരുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുക്കാൻ ഈ ബിജുമോൻ പൂജാരി ശ്രമിക്കുകയും ചെയ്തു. ഈ സമയം വിജയമ്മ കുതറി മാറുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തു. ആ സമയത്താണ് നാട്ടുകാർ ഈ ശബ്ദം കേട്ട് ക്ഷേത്രത്തിനകത്തേക്ക് എത്തിയത്. ഈ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും മറ്റും സമീപ പ്രദേശത്തൊക്കെ ആദ്യം പരിശോധിച്ചു. ഈ രക്ഷപ്പെടാൻ ശ്രമിച്ച പൂജാരിയെ അങ്ങനെ തടഞ്ഞു വെക്കുകയുമായിരുന്നു. പിന്നീട് ഇലവന്തിട്ട പോലീസിനെ വിവരം അറിയിച്ചു. ഇലവന്തിട്ട പോലീസ് സ്ഥലത്തെത്തുകയും ഈ പൂജാരിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ പ്രതിയായിട്ടുള്ള ഈ പൂജാരി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ഒരു കൊലപാതക കേസിൽ പ്രതിയാണ്. ഒപ്പം തന്നെ കോയിപ്പുറം സ്റ്റേഷനിൽ മറ്റൊരു ക്രിമിനൽ കേസിലും പ്രതിയാണ്. ഇലവന്തിട്ട SHO ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. ഒരു വധശ്രമ കേസിലടക്കം പ്രതിയാണ് ഈ പൂജാരി എന്നുള്ളതാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്.